നാവൽ ഡോക്യാർഡിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം 8ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യത 8th പാസ് എല്ലാവർക്കും ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അപ്രന്റീസ്ഷിപ്പ് തസ്തികയാണ്, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കയറി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നാവൽ ഡോക്യാർഡിലേക്ക് അപ്രന്റീസ് സ്കൂൾ നാവൽ ഡോക്യാർഡ് മുംബൈയിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം 8ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഇത് അപ്രന്റീസ്ഷിപ്പ് തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ട്രേഡ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിജിബിൾ ITI ട്രേഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ITI ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റും. മിനിമം 10th അതുപോലെ തന്നെ 8th ഒക്കെ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 1 year ആണ് ITI ഉള്ള ട്രേഡിൻ്റെ പീരീഡ്, അതായത് വർക്ക് ചെയ്യേണ്ട അപ്രന്റീസ്ഷിപ്പിൻ്റെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് എന്നാൽ ചുരുക്കി പറയാം, നിങ്ങൾക്ക് ഇതിലൊരു ജോബ് ലഭിക്കുക, അതായത് ഇതിൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ടൈം പീരീഡ് ഇവിടെ 1 year പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏകദേശം 2 year ആണ് പറയുന്നത്. 8th 10th ഒക്കെ വെച്ചിട്ടുള്ളത് 2 year ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു സ്റ്റൈപ്പൻ്റ് ആയിട്ട്, നിങ്ങളുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ചെറിയൊരു സ്റ്റൈപ്പൻ്റ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ അവിടുന്ന് ആ ഒരു 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിര നിയമനം ആയിരിക്കില്ല, അവിടുന്ന് കീഴേണ്ടതായിട്ട് വരും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അപേക്ഷിക്കുമ്പോൾ പ്രിഫറൻസ്, മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എനിവേ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വന്നിട്ടുള്ള ട്രേഡുകൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രീഷ്യൻ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലാന്റർ വന്നിട്ടുണ്ട്, ഫിറ്റർ വന്നിട്ടുണ്ട്, ഫൗണ്ടറി മാൻ വന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്ക് ഡീസൽ വന്നത് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് വന്നിട്ടുണ്ട്, മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റർ ജനറൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാറ്റേൺ മേക്കർ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. പ്ലംബർ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് വന്നത് കാണാൻ സാധിക്കും. പിന്നെ മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് AC വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് വന്നിട്ടുണ്ട്, കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിങ് ടെക്നോളജി വന്നിട്ടുണ്ട് ആൻഡ് ഡ്രസ് മേക്കിങ്ങും വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈലറാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്, അതായത് അതിൻ്റെ അപ്രന്റീസ്ഷിപ്പ് ട്രേഡ് എന്ന് പറയുന്നത് ട്രെയിലർ ട്രേഡാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ട്രെയിലർ ജനറൽ ആണ്. അതിൻ്റെ എലിജിബിൾ ITI സർട്ടിഫിക്കറ്റ് ആണ്. സ്വിങ് ടെക്നോളജി അതുപോലെ തന്നെ ഡ്രസ് മേക്കിംഗ് ഇതിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ രണ്ടിടത്തും നോക്കി മനസ്സിലാക്കാം. അപ്പോൾ വെൽഡർ വന്നത് കാണാൻ സാധിക്കും, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വെൽഡർ ട്രേഡിലുള്ള ITI വേണം. അതുപോലെ തന്നെ മാസൺ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ INCTSM വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ IT ആൻഡ് ESM വന്നത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് മറ്റുള്ള ഫിറ്ററാണ്, ഷിപ്പ്രൈറ്റ് സ്റ്റീലിനാണ് ഫിറ്റർ വന്നിട്ടുള്ളത്. ഫിറ്റർ ട്രേഡ് എലിജിബിലിറ്റി ആയിട്ട് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ആകെ മൊത്തം വന്ന വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ട്രേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡിന് ആവശ്യമായിട്ടുള്ള എലിജിബിൾ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ, ITI എലിജിബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ഫ്രഷേഴ്സ്, അതായത് യാതൊരു എക്സ്പീരിയൻസും യാതൊരു ITI ഒന്നും ഇല്ലാത്തവർക്ക് 8th പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഫ്രഷേഴ്സിന് 10th പാസ് ആയിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ റിഗർ അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെയാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യതയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വന്നിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ഇനി യോഗ്യതയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ. അവിടെ ITI ട്രേഡ്സ് നമ്മൾ പറഞ്ഞല്ലോ, ITI ട്രേഡ് പറഞ്ഞിട്ടുള്ള അതിനെല്ലാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ITI NCVT or SCVT പാസ്സായിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റിഗർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് നോൺ ITI പോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അവസാനം 2 നോൺ ITI പോസ്റ്റ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 21 and 22. അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് 8th പാസ്സായിരിക്കുക, അല്ലെങ്കിൽ 10th 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഇതിനൊരു എക്സാം ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. എക്സാമിലൂടെയാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്നാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഇതിന് അപേക്ഷിക്കാൻ ഫീസും കാര്യങ്ങളൊന്നുമില്ല, സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്രന്റീസ്ഷിപ്പ് ആക്ടിൻ്റെ അണ്ടറിലാണ് പറഞ്ഞിട്ടുള്ളത്, 1961. അതിനെ പ്രകാരമാക്കി പറയുകയാണെങ്കിൽ 21 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സ്റ്റാർട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് മിനിമം ഒരു 14 വയസ്സ് മുതലൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ 21 വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന്
ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ നോട്ടീസ് താഴെ ലഭിക്കും. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഈ ഒരു നോട്ടീസ് താഴെ കൊടുത്തിട്ടുണ്ട്. സംശയങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാം. ഓൾസോ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക്, അപ്രൻറ്റീസ്ഷിപ്പ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്നിരുന്നാലും യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.